ഫ്രണ്ട്സ്, ലെമൺ ആൻഡ് സ്പൈസസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയും മീൻകറിയുമാണ്. പാൽക്കപ്പ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അതെങ്ങനെയാണ് വീട്ടിൽ നല്ല ടേസ്റ്റിയായി വളരെ ഈസിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ പാൽക്കപ്പ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ 1 കിലോ കപ്പയാണ് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ കപ്പ വേവിച്ചെടുക്കാം. ഫ്രോസൺ കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് വേവിച്ചെടുക്കുന്നതിനായിട്ട് ആവശ്യമായ വെള്ളം വെച്ച് കൊടുക്കാം. ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തിളയ്ക്കുന്നത് വരെ മൂടി വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കപ്പ ചേർത്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം ഇത്. അപ്പോൾ നമുക്ക് കപ്പ ഇതുപോലെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നല്ല ഉടഞ്ഞു വരുന്ന കപ്പയില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ഇതിപ്പോൾ ഫ്രോസൺ ആയതുകൊണ്ട് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. എന്നാലും നമുക്ക് അല്പം പൊടിക്കൈകളൊക്കെ ചേർത്ത് ഇത് നല്ല ടേസ്റ്റിയാക്കി എടുക്കാം. കപ്പയെല്ലാം ഞാൻ ഇതുപോലെ കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടെ തന്നെ ഉടയ്ക്കുമ്പോഴാണ് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുക. ഇനി കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനായി ഇതുപോലെ ഒരു 10 ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകും നമുക്കൊന്ന് ചതച്ചെടുക്കാം. എരിവ് അല്പം വേണമെന്നുള്ളവർക്ക് ഒരു പച്ചമുളക് കൂടി ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഈ ചേരുവകളെല്ലാം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതിനും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് കോരി മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉടച്ച കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു തേങ്ങയുടെ 2ാം പാലാണ്. 2ാം പാൽ ചേർത്ത് കപ്പ ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം. മൂടി വെച്ച് കൊടുക്കാം. ചെറിയ തീയിൽ കിടന്ന് പതുക്കെ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ. ഇടയ്ക്ക് ഞാൻ മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കി ആവശ്യമായത് ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാലിൽ കിടന്ന് കപ്പ ഇതുപോലെ തിളച്ച് കുറുകി വരുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒന്നുകൂടി മൂടി തുറന്ന് തേങ്ങയുടെ 1ാം പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്ക് വറുത്ത് ചേർക്കുന്നതിനായി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതിന് ശേഷം 3 കുഞ്ഞുള്ളി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളകും കൂടി ചേർത്ത് നമുക്ക് വറുത്ത് ചേർക്കാം. ഒരു ചെറിയ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. ഇത് മീൻ കറിയുടെയും ബീഫിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഞാൻ മീൻ കറിയുടെയും ചെമ്മീൻ കറിയുടെയും ഒക്കെ വീഡിയോ ഇതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കൂടി കാണുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.